അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 89-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് മൈ സെർവൻറ്റ്, വിത്ത് മൈ സീക്രട്ട് ഓയിൽ ഐ ഹാവ് അനോയിൻറ്റഡ് ഹിം, മൈ ഹാൻഡ് വിൽ സസ്റ്റെയിൻ ഹിം, ഷുവർലി മൈ ആം വിൽ സ്ട്രെങ്തൻ ഹിം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് 53-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവം ചില വ്യക്തികളെ തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചില വ്യക്തികളാണ് ഹാനോക്ക്, നോഹ, അബ്രഹാം എന്നീ വിശുദ്ധന്മാർ. ദൈവത്തോടുകൂടെ 300 വർഷം ഹാനോക്ക് നടന്നു, അഥവാ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഹാനോക്ക് 300 വർഷം ജീവിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹ അവൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം പ്രാപിച്ചവരാണ്. ഇവരെ ഭൂമിയിലുള്ള ആരെങ്കിലും വിശുദ്ധരായി പ്രഖ്യാപിച്ചതല്ല, പിന്നെയോ ദൈവം അവരെ തിരഞ്ഞെടുത്തതാണെന്ന് ദൈവം തന്നെ മോശയെ അറിയിച്ചപ്പോൾ മോശ ആ കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അതുപോലെ തന്നെയാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. യോഗ്യതകൾ ഉള്ള വ്യക്തികളെയാണ് സാധാരണയായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ നോക്കുന്ന യോഗ്യതകളല്ല ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ ദൈവം അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ എന്നതാണ് ദൈവം നോക്കുന്ന ഒന്നാമത്തെ യോഗ്യത. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ബുദ്ധിമാൻ എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ യോഗ്യതകൾ എന്തെല്ലാമാകുന്നു എന്ന കാര്യം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ദൈവങ്ങൾ ഇന്ന് അനേകർ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒറിജിനൽ 500 രൂപ നോട്ട് ഉള്ളത് കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് 500 രൂപ നോട്ട് കള്ളന്മാർ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ 500 രൂപ നോട്ട് കണ്ടെത്തുവാൻ റിസർവ് ബാങ്ക് ചില അടയാളങ്ങൾ 500 രൂപ നോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് നാം പഠിച്ചാൽ മാത്രമേ യഥാർത്ഥ 500 രൂപ നോട്ടുകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഭൂമിയിലുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് 500 രൂപ നോട്ടുകളെക്കുറിച്ചും നാം പഠിക്കേണ്ട ആവശ്യമില്ല. അത് മണ്ടത്തരവും നമുക്ക് ക്ഷീണം വരുത്തുന്നതുമായ പ്രവൃത്തിയാണ്. ഒറിജിനൽ 500 രൂപ നോട്ട് എങ്ങനെ കണ്ടെത്താം, അഥവാ ഒറിജിനൽ 500 രൂപ നോട്ടിന് റിസർവ് ബാങ്ക് വെച്ചിട്ടുള്ള അടയാളങ്ങൾ നാം പരിശോധിച്ചാൽ ആ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നമ്മുടെ കൈവശം വന്നു ചേരുന്ന നോട്ടുകളിൽ പരിശോധിച്ചാൽ മാത്രം മതിയാകും. നാം വഞ്ചിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധർ ആകണമെന്ന് യഥാർത്ഥ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ വ്യക്തി ദൈവത്തെ കണ്ടെത്തുകയുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ വ്യക്തിയെ ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. അഥവാ ആ വ്യക്തി തൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതാത്തവനും ആർക്കെതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കാത്തവനുമായിരിക്കണം. തന്നെയുമല്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറുള്ള വ്യക്തിയായിരിക്കണം ദൈവത്തെ അന്വേഷിക്കേണ്ടത്. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ കണ്ടെത്തണമെന്ന ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവം നമുക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ. ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുമെന്നാണ് കർത്താവ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം പാപം ചെയ്യാതെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവം വെളിപ്പെടുകയുള്ളൂ എന്നാണ്. അപ്രകാരം ദൈവത്തെ അന്വേഷിച്ച വ്യക്തിയാണ് ദാവീദ്.
അതുകൊണ്ട് തന്നെ ദൈവം ദാവീദിനെ തൻ്റെ ഹിതങ്ങളെല്ലാം ചെയ്യേണ്ടതിനായി തിരഞ്ഞെടുത്തു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തൻ്റെ പ്ലാൻ ആൻഡ് പർപ്പസിന് വേണ്ടിയാണ്. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ ദാവീദ് ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്തു എന്ന് അനേക സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 18-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ എന്നാണ്. ദൈവം അംഗീകരിച്ച ജീവിത രീതിയായിരുന്നു ദാവീദ് അനുവർത്തിച്ചത്. ഓരോ രാജ്യത്തിനും അവരവരുടെ കസ്റ്റം അഥവാ ശീലം, ആചാരം ഉണ്ടായിരിക്കും. നാം ഏത് രാജ്യത്താണെങ്കിലും ബൈബിൾ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ശീലം അഥവാ ആചാരം മാത്രമേ ജീവിതശൈലിയായി നമ്മുടെ ശീലം ആക്കാവൂ. മറിച്ചായാൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും പ്രതികൂലങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ച ദാവീദിനെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവന്നു എന്ന് 18-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഒരുത്തിനെ ഉയർത്തുന്നത് പടിപടിയായിട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സാത്താൻ്റെ കെണിയിൽ വീഴാതെ രക്ഷപ്പെടുവാൻ സാധിക്കും. മറിച്ചായാൽ നമുക്ക് അഹങ്കാരമുണ്ടാകുവാൻ സാത്താൻ ഇടവരുത്തും. ദാവീദ് ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായിരുന്നുവെന്ന് 18-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല 101-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും എന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുമെന്നും ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഹൃദയത്തിൽ കാപട്യമില്ലാതെ, അശുദ്ധി ഹൃദയത്തിൽ സൂക്ഷിക്കാതെ വിശ്വസ്തയോടെ ജീവിക്കുന്നവനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മെയും യേശു തിരഞ്ഞെടുക്കുകയാണ്. നമ്മെയും യേശു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം വിശ്വസ്തർ ആയതിനാലല്ല നമ്മെ യേശു തിരഞ്ഞെടുത്തത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ നാം ഇനി വിശ്വസ്തർ ആയി തെളിയണം. ദാവീദ് വിശ്വസ്തൻ ആയിരുന്നതിനാൽ സകല മേഖലകളിലും ദൈവം ദാവീദിന് ജയം നൽകി കൊടുത്തു. ദൈവത്തിൻ്റെ കരം ദാവീദിന് അനുകൂലമായിരുന്നു. അവൻ്റെ സ്വന്തം ഭവനത്തിലും രാജ്യത്തിലും ധാരാളം പ്രതിയോഗികൾ ഉണ്ടായിരുന്നു. അവൻ്റെ സ്വന്തം മകനായ അബ്ശലോം അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അവൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അഹിതോഫേൽ അവനെ കൊല്ലുവാനും ചതിക്കുവാനും ശ്രമിച്ചു. ബെന്യാമീനായ ശിമെയി അവനെ ശപിച്ചു. സിംഹവും കരടിയും അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. എങ്കിലും അവരൊന്നും ദാവീദിന് മുമ്പിൽ പിടിച്ചു നിന്നില്ല. മല്ലനായ ഗോലിയാത്ത് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദാവീദ് അവനെ കൊന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിച്ചു. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഗിൽബോവ പർവ്വതത്തിൽ അമാലേക്കിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടു. അനേകം ശത്രു രാജാക്കന്മാർ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ആരെല്ലാം അവനെതിരെ പ്രവർത്തിച്ചുവോ അവരോട് ദൈവം തന്നെ ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തു. ദാവീദ് എവിടെ പോയാലും യഹോവ അവനോട് കൂടെ പോകും. അതെ, ഹാനോക്കിൻ്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നതുപോലെ ദാവീദിൻ്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നതിനാൽ ദാവീദിന് വിജയം ഉറപ്പായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ജീവിത വിജയം നേടുവാനും മരണശേഷം നിത്യാഗ്നിയിൽ നിന്നും മോചനം പ്രാപിക്കുവാനും നാം തിരഞ്ഞെടുക്കേണ്ട നല്ല മാതൃകയാണ് ദാവീദിൻ്റേത്. ദൈവം പ്രസാദിക്കുന്നതും സാത്താൻ വിറയ്ക്കുന്നതുമായ ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതിയാണ് ബൈബിളിൽ കൂടി ദൈവം മനുഷ്യരായി നമുക്ക് തന്നിട്ടുള്ളത്. ബൈബിളിലെ നല്ല ശീലങ്ങൾ നാം നമ്മുടെ ശീലമാക്കി തീർക്കുമ്പോൾ പാപത്താൽ അന്ധകാരാവൃതമായ ഈ ഭൂമിയിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ ജ്യോതിഷികളെപ്പോലെ തിളങ്ങും എന്നതിന് യാതൊരു സംശയവുമില്ല. നാം ദൈവവചനം അനുസരിച്ചാൽ നമുക്ക് ലാഭമല്ലാതെ നഷ്ടം ഉണ്ടാവുകയില്ല. ദൈവവചനം അനുസരിക്കാതെ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ തെറ്റായ മാർഗത്തിൽ കൂടി അനേകം കോടികൾ സമ്പാദിക്കുന്നുണ്ട്. ഓർക്കുക, അവർ അപ്രകാരം സമ്പാദിക്കുന്നതും ദൈവഭയത്തോടെ ജീവിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം ജീവിച്ച് ദൈവം തരുന്ന നന്മകൾ മാത്രം കൈവശമാക്കി ജീവിക്കുന്ന വ്യക്തികൾ ശേഖരിച്ചു വയ്ക്കുന്ന സമ്പാദ്യവും അളന്നു നോക്കിയാൽ അളന്ന് കഴിയുമ്പോൾ രണ്ടു കൂട്ടർക്കും തുല്യമായിരിക്കും. അല്പം കുറയുന്നുണ്ടെങ്കിൽ അന്യായമായി പണം സമ്പാദിക്കുന്നവർക്ക് മാത്രമായിരിക്കും. ആകയാൽ ബൈബിളിൽ നാം അനുസരിക്കുവാനായി ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി എഴുതി വെച്ചിട്ടുള്ള കൽപ്പനകൾ കൃത്യമായി ആചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ
ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും മരണശേഷം നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും കൊടുത്ത് സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.